ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യത്തെ എവിക്ഷനിലൂടെ രതീഷ് കുമാർ പുറത്തായിരിക്കുകയാണ്. ഇനി ഹൗസിൽ 18 മത്സരാർത്ഥികളാണ് അവശേഷിക്കുന്നത്. ഹൗസിലേക്കുള്ള രതീഷിൻ്റെ എൻട്രി പോലും വളരെ വ്യത്യസ്തമായിരുന്നു. പ്രേക്ഷകർക്ക് പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയായിരുന്നുവെങ്കിലും ഇറിറ്റേറ്റിംഗ് ഗെയിം പിടിച്ച് മുന്നോട്ട് പോയതിനാൽ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് രതീഷിന് പിന്തുണ കുറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചത്തെ ബിഗ് ബോസ് ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് വിവരിക്കുകയാണിപ്പോൾ രതീഷ് കുമാർ. പുറത്താകുമെന്ന് കരുതിയില്ലെന്നാണ് രതീഷ് പറയുന്നത്. ടോപ്പ് 5-ൽ വരാൻ സാധ്യതയുള്ള ആളുകളെക്കുറിച്ചും രതീഷ് വെളിപ്പെടുത്തി. രതീഷിൻ്റെ വാക്കുകളിലൂടെ ഇങ്ങനെയാണ്: ബിഗ് ബോസ് ജീവിതം വളരെ ടഫാണ്. ഓരോ നിമിഷവും നമ്മൾ ഗെയിം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ പുറത്താകുമെന്ന് കരുതിയിരുന്നില്ല. അതുപോലെ ചില സിറ്റുവേഷനിൽ ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിരുന്നു. ആ സമയത്ത് ബിഗ് ബോസ് വിടാതിരുന്നപ്പോൾ ഞാൻ കരുതി പുറത്ത് നല്ല സപ്പോർട്ടുണ്ടെന്ന്. ലാലേട്ടൻ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഗെയിം കളിക്കാൻ എനിക്ക് ത്രില്ല് കൂടിയിരുന്നു. പ്രേക്ഷകരുടെ സപ്പോർട്ടില്ലെങ്കിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. സുരേഷ് ഏട്ടനോ നോറയോ പുറത്താകുമെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ ഞാൻ എല്ലാം ഓവർഡോസോടെയാണ് ചെയ്തിരുന്നത്. ഒന്നാം ദിവസം മുതൽ ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങി. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എല്ലാവരെയും സോപ്പിട്ട് നിന്ന് പതുക്കെ കളിച്ച് തുടങ്ങിയാൽ മതിയായിരുന്നു. നോമിനേഷനിൽ വരാതിരിക്കാൻ സൂക്ഷിക്കണമായിരുന്നു. പക്ഷേ ഞാൻ കരുതി നോമിനേഷനിൽ വന്ന ശേഷം മുന്നോട്ട് പോയാൽ മതിയെന്ന്. കണ്ടന്റ് ഉണ്ടാക്കുന്നതെല്ലാം ഓരോരുത്തരുടെയും ഗെയിം പ്ലാനാണ്. എനിക്ക് കളിക്കാൻ പറ്റിയ ആൾക്കാരാണ് ഹൗസിലുള്ളതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ കണ്ടന്റ് ഉണ്ടാക്കി ഗെയിം കളിക്കാൻ തുടങ്ങുകയായിരുന്നു. എല്ലാവരും ചൊറിഞ്ഞു. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. അവിടെ ഗെയിം നടക്കുന്നില്ലെന്നാണ് ഞാൻ കരുതിയത്. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.